ചാപ്റ്റർ 4 ദാനിയേൽ. കൂട്ടുകാരെ, വേഗം ആ ബൈബിൾ ഒന്നെടുത്ത് കിസ് ചെയ്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ദാരിയൂസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ 4 യങ് ബോയ്സും ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിരുന്നു ഡാനിയൽ. പക്ഷെ രാജാവ് ഡാനിയലിനെ മാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റു 3 പേർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ മനസ്സിൽ കരുതി ഡാനിയലിനെ എന്തായാലും പണിഷ് ചെയ്യണോ. അങ്ങനെ അവരൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി. രാജാവ് കമാൻഡ് ചെയ്തു, ഇനി വേറെ ഒരു ദൈവമില്ല, ഞാൻ മാത്രമാണ് ദൈവം. നിങ്ങൾ എന്നെ മാത്രമേ വേർഷിപ്പ് ചെയ്യാവൂ. മറ്റാരെയെങ്കിലും നിങ്ങൾ വേർഷിപ്പ് ചെയ്താൽ നിങ്ങളെ സിംഹക്കുഴിയിലേക്ക് ഇറക്കി കൊല്ലുവെന്ന്. പക്ഷേ ഡാനിയൽ വളരെ ബോൾഡായിട്ട് പറഞ്ഞു, നോ, ഞാൻ എൻ്റെ ട്രൂ ഗോഡിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അവരുടെ പ്ലാൻ വർക്കായില്ല ഗൈസ്. അവർ എവിഡൻസ് ഒക്കെ ചേർത്ത് രാജാവിനോട് പോയി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഡാനിയലിന് പണിഷ്മെന്റ് കൊടുക്കുക എന്നത് രാജാവിന് അത്ര ഈസി അല്ലായിരുന്നു. കാരണം ഡാനിയൽ രാജാവിന്റെ ഫേവറേറ്റ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് രാജാവ് ഒരുപാട് ആലോചിച്ചു. അവസാനം രാജാവ് ഡാനിയലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. പിറ്റേ ദിവസം രാജാവ് ഡാനിയലിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഹക്കുഴിയിലേക്ക് ചെന്നു. ഡാനിയൽ മരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് രാജാവ് കരുതിയത്. പക്ഷെ അവിടെ ചെന്നപ്പോ ഡാനിയൽ അവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. സിംഹങ്ങളോടൊപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നു. സിംഹങ്ങൾ ഡാനിയലിനെ ഉപദ്രവിക്കാതെ ഒബീഡിയന്റ് ആയി ഇരിക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് പറഞ്ഞു, ഈ സംഭവം ഡാനിയലിന്റെ ദൈവം തന്നെയാണ് സത്യദൈവം എന്ന് കാണിക്കുന്നത്. അങ്ങനെ ഡാനിയൽ സേഫായി രക്ഷപ്പെട്ടു. രാജാവ് ഡാനിയലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. എല്ലാവരും ഡാനിയലിന്റെ ദൈവത്തെ ഓണർ ചെയ്തു.